ഇന്നത്തെ കർക്കിടകവാവാണ്. നമ്മുടെ പിതൃക്കൾ, ആൻസസ്റ്റേഴ്സ് എന്താണ് നമുക്കൊരു സന്ദേശം തരുന്നത് എന്ന് നോക്കാം. ആദ്യത്തെ കാർഡ് മജീഷ്യനാണ് വന്നിരിക്കുന്നത്. നിങ്ങളോട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് സാധിക്കാൻ പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. കുടുംബപരമായി നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് കുടുംബത്തിൻ്റെ ഫാമിലിയുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും നിങ്ങൾ താല്പര്യം, സ്ഥലം വാങ്ങിക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, വീട് പണിയിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ തുടക്കം വയ്ക്കാൻ പറ്റിയ സമയമാണ് എന്നാണ് പറയുന്നത്. അതിനു വേണ്ടി എല്ലാം നിങ്ങൾക്ക് വേണ്ടതെല്ലാം നിങ്ങൾക്ക് വന്നു ചേരും. നല്ല മനസ്സോടു കൂടി മുന്നോട്ട് പോവുക, നല്ല രീതിയിൽ പ്രവർത്തിക്കുക, നല്ല കർമ്മം ചെയ്യുക എന്നാണ് പറയുന്നത്. അടുത്തതായിട്ട് 6 ഓഫ് പെൻഡക്കിൾസ് ആണ്. ദാനധർമ്മങ്ങൾ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളാൽ കഴിയുന്ന 6 ഓഫ് പെൻഡക്കിൾസ് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് എന്നുള്ള രീതിയിലാണ് പറയുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം, ഒരു സ്ത്രീ ദാനധർമ്മങ്ങൾ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ആവശ്യം നിങ്ങൾക്ക് ഈവൻ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ നിങ്ങളുടെ ബന്ധുക്കൾ ആരെങ്കിലും കഷ്ടപ്പാടോ ബുദ്ധിമുട്ടോ എന്തെങ്കിലും സഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളാലാവുന്നതും ചെയ്യുക എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരും എന്നാണ് പറയുന്നത്. കൂടാതെ മനുഷ്യർക്ക് മാത്രമല്ല, അപ്പം മൃഗങ്ങൾക്കായാലും ഈവൻ ഒരു ചെടി നട്ടതിന് നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ പരിചരിച്ചാൽ പോലും അത് ഒരു അനുഗ്രഹമാണ്, പ്രകൃതിയുടെ അനുഗ്രഹമാണ്. അപ്പോൾ അത് മനസ്സിലാക്കി നിങ്ങളെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യുക, കഴിയുന്നതും ദാനധർമ്മങ്ങൾ ചെയ്യുക. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിന് എന്തെങ്കിലും ദോഷങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറിപ്പോകും എന്നാണ് പറയുന്നത്. അടുത്തിട്ടാ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം സാമ്പത്തികമായി പുരോഗതി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയും. ഇപ്പോൾ ആരെങ്കിലുമൊക്കെ സ്ത്രീകളാണെങ്കിലും പ്രത്യേകിച്ച് മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ പിതൃക്കളുടെ നിർദ്ദേശം അനുസരിച്ച് മുന്നോട്ട് പോകാം. ഞാൻ പറഞ്ഞല്ലോ, ദാനധർമ്മങ്ങൾ ചെയ്യുക, അതുപോലെ നല്ല കാര്യങ്ങൾ ആഗ്രഹിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുക. അതിനൊക്കെ നല്ല റിസൾട്ട് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. 9 ഓഫ് പെൻഡക്കിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികമായ അഭിവൃദ്ധിയാണ്. അത് കൂടാതെ ഒരു സ്വാശ്രയത്വം ആണ് വരുന്നത്. നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് തുടങ്ങുക, ധൈര്യമായിട്ട് തുടങ്ങുക, നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും.